തൃശൂർ പുലിക്കളിക്ക് ഒരു ചരിത്രമുണ്ട്. പഠാൻ മുസ്ലിങ്ങൾ കളിച്ചു തുടങ്ങിയതാണ് തൃശൂർ പുലിക്കളി. ചെട്ടിയങ്ങാടി മസ്ജിദ് കേന്ദ്രീകരിച്ച് പഠാൻ മുസ്ലിങ്ങൾ തുടങ്ങിയ പുലിക്കളി പിന്നെ തൃശൂരിന്റെ നാലോണ നാടിലെ പുലിയിറക്കമായി മാറിയ കഥ. അതിന് ടിപ്പുവിന്റെ പടയോട്ട കാലത്തോളം ചരിത്രമുണ്ട്. തൃശൂർ ചെട്ടിയങ്ങാടി ഹനഫി സുന്നത്ത് ജമാഅത്ത് മസ്ജിദിൽ ചരിത്രം തുടിക്കുന്നു. 200 വർഷത്തോളം പഴക്കമുള്ള ഈ പള്ളിയിൽ നിന്നുമാണ് ജനകീയോത്സവമായി മാറിയ പുലിക്കളിയുടെ ആദ്യ ചുവടുവയ്പ്. മസ്ജിദിന്റെ മുൻ പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കേട്ടുകേൾപ്പിച്ച ആ ചരിത്രം പങ്കുവച്ചു. ഇവിടെ ബ്രിട്ടീഷുകാർ പട്ടാളം വന്നിരുന്നു. അതായത് ഇപ്പോൾ ശക്തനിലേക്ക് പോകുന്ന റോഡിൽ പട്ടാള റോഡെന്ന് പറയുന്നു. ഇത് വന്നതിന് ശേഷം അതിൽ കോനാമാർ മുസ്ലിം ഇവിടെ ഹൈദരാബാദിലത്തെ പട്ടാണികൾ എന്ന് ഉണ്ടായിരുന്നു. അവരവിടെ പുലി കളിക്കും. അങ്ങനെ പള്ളിയുടെ സ്ഥലമാണ് ഈ പോസ്റ്റ് ഓഫീസ് റോഡിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു. ഇപ്പോഴും അവിടെ ഉണ്ട്, ഷോപ്പിംഗ് കോംപ്ലക്സാണ്. അവിടെ അവരവിടെയും കയറി നിന്ന് പുലി കളിക്കും. ഇങ്ങനെ ഇരുന്നപ്പോൾ പണ്ട് കാലത്ത് ഈ സമയങ്ങളിൽ ഈ പൂത്തോള് ഭാഗത്ത് നിന്ന് വേലായെന്ന് പറഞ്ഞ ഒരാൾ അയാൾ ചട്ടം വീണ് ഇങ്ങനെ ഇവിടെ വന്നുകൊണ്ടിരുന്നു. ഇത് കണ്ടിട്ടാണ് ഈ പുലിക്കളിയിൽ ഇവിടെ ആരംഭം കൊടുത്തത്. പൂത്തോളെന്നാണ് ആദ്യം ഇവിടെ പുലിക്കളി സ്റ്റാർട്ട് ചെയ്തത്. പിന്നീട് അത് വികസിച്ചിട്ടാണ് ഇതുപോലെ വന്നിരിക്കുന്നത്. കൊക്കാലെ, പൂങ്കുന്നം, കുട്ടംകുളങ്ങര, പാട്രായിക്ക, കഴക്കേക്കോട്ട, പടിഞ്ഞാറക്കോട്ട. ചെട്ടിയങ്ങാടിയിലെ പള്ളിവക ഭൂമിയായ അഷർഖാനയിലാണ് പട്ടാണികൾ പുലിവേഷം കെട്ടി ചുവടുവെച്ചത്. പിന്നീട് പൂത്തോളിൽ നിന്ന് വന്നിരുന്ന ഒരാൾ അതനുകരിച്ച് പുലിക്കളി തുടങ്ങി. പൂത്തോളിലാണ് ആദ്യ പുലിക്കളി സംഘം രൂപപ്പെട്ടത്. പിന്നീട് അത് ജനകീയമായി, ഓണാഘോഷങ്ങളുടെ അവിഭാജ്യ ഘടകമായി മാറി. ടിപ്പുവിന്റെ പടയാളികളായിരുന്ന പടാണികൾ ടിപ്പുവിന്റെ സ്ഥാനചിഹ്നമായ പുലിയെ അനുകരിച്ച് പുലിവേഷം അണിഞ്ഞ് മുഹറം ദിനത്തിൽ ചുവടുവെച്ചിരുന്നു എന്ന് ഇപ്പോഴത്തെ മഹല്ല് പ്രസിഡന്റ് അബ്ദുൽ ബാസിദ് പറഞ്ഞു. ടിപ്പുവിൻ്റെ പടയോട്ടകാലത്ത് ടിപ്പുവിൻ്റെ എമ്പളാണ് പുലി. ടിപ്പുവിൻ്റെ എമ്പളാണ് പുലി. ടിപ്പു ഓരോ വിജയിക്കുമ്പോഴും ഒരു പുലിവേഷം കെട്ടിയിട്ട് ആഘോഷിക്കും. അങ്ങനെയാണ് പുലിക്കളിയായിട്ട് വന്നത്. അത് ഇവിടെ ഞങ്ങൾക്ക് പള്ളിവക സ്ഥലമുണ്ട്, ഷേർഖാന എന്ന് പറയാം. ഷേർഖാന പള്ളിവക സ്ഥലം, അവിടെ വെച്ചിട്ടാണ് ഈ വേഷം കെട്ടിയിട്ടൊക്കെ ആഘോഷിച്ചത്. ആ കൈമുറ മാറി മാറുമ്പോൾ അദ്ദേഹം പറഞ്ഞ മാതിരി അത് ജനങ്ങളെ ഏറ്റെടുത്തു ഒരു ജനകീയ ഉത്സവമായി മാറിയത്. ഇന്ന് തൃശ്ശൂർക്കാരുടെ ഓണം എന്നാൽ നാലോണ നാളിലെ പുലിക്കളിയായി മാറിക്കഴിഞ്ഞു. തൃശ്ശൂർ പൂരം കഴിഞ്ഞാൽ ഏറ്റവും വലിയ ജനാവലി എത്തുന്നതും നാലോണ നാളിലെ പുലിക്കളി കാണാനാണ്. ഈ വർഷം സെപ്റ്റംബർ 8-നാണ് പുലിക്കളി. 9 ദേശങ്ങളാണ് പങ്കെടുക്കുന്നത്.